ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയിലേക്ക് ഒരു പ്രഭാഷണം നൽകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ ഞാൻ രേഖപ്പെടുത്തുകയാണ്. സഖാവ് പി ആർ ശിവൻ വിട്ടുപിരിഞ്ഞിട്ട് ഇന്ന് 25 വർഷം തികയുന്നു. ജനനം 22/6/1936, മരണം 6/10/2000. പെരുമ്പാവൂരിൽ പുല്ലുവഴി എന്ന സ്ഥലത്ത് 1936 ജനിച്ചു. സ്റ്റുഡൻറ് ഫെഡറേഷനിലൂടെയാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. അച്ഛൻ കുഞ്ചലക്കാട്ട് രാമൻപിള്ള, അമ്മ പേരേക്കാട്ട് മാധവിയമ്മ. കാപ്പിള്ളിൽ അമ്മിണിക്കുട്ടി അമ്മയെ വിവാഹം ചെയ്തു. അതിൽ 3 മക്കൾ. മൂത്ത മകൾ ശോഭന ബോംബെയിലെ ഒരു സ്വകാര്യ കോളേജിൽ പ്രിൻസിപ്പളായി ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മകൾ ലേഖ നമ്മെ വിട്ടുപിരിഞ്ഞു. മൂന്നാമത്തെ മകൻ എസ് മനോജ് അഡ്വക്കറ്റായി ജോലി ചെയ്യുന്നു. ഒപ്പം സാഹിത്യരംഗത്തും പുസ്തകരചനയിലും മനോജ് തന്നാലാവുന്നത്ര സംഭാവന നൽകി വരുന്നു. 1955 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി സഖാവ് പി ആർ. ട്രാവൻകൂർ റയോൺസിൽ കേവലം ഒരു കാഷ്യൽ തൊഴിലാളിയായി ജീവിതം ആരംഭിക്കുന്നു. നേരം വെളുക്കുമ്പോൾ കമ്പനി ഗേറ്റിന് മുന്നിൽ പോയി നിൽക്കും. വൈകിട്ട് വരെ അതേ നിൽപ്പ്. വല്ലപ്പോഴും ജോലിക്ക് വിളിച്ചാലായി. പല ദിവസങ്ങളിലും ജോലി കിട്ടാതെ മടക്കം. പിന്നീട് കമ്പനിയിലെ സ്ഥിരം തൊഴിലാളിയായി മാറി. തൊഴിലാളികളെ സംഘടിപ്പിച്ച് യൂണിയൻ രൂപീകരിച്ചു. അതിൻ്റെ നേതാവായി. തൊഴിലാളികളുടെ കണ്ണിലുണ്ണിയായി. നല്ല കമ്മ്യൂണിസ്റ്റുകാരനായി. പി ആറിൻ്റെ ജീവിതം കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു. ട്രാവൻകൂർ റയോൺസിലെ ജീവനക്കാരനായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. നിരന്തരം മാനേജ്മെൻറ്റും ട്രേഡ് യൂണിയനുമായുള്ള സമരയുദ്ധങ്ങൾ, പണിമുടക്ക്, പിരിച്ചുവിടൽ, തൊഴിലവകാശങ്ങൾ നിഷേധിക്കൽ, കിട്ടുന്ന കൂലി തന്നെ വെട്ടിക്കുറയ്ക്കൽ, അവ തന്നെ സമയത്തിന് നൽകാതിരിക്കൽ, അതിനെല്ലാം പരിഹാരം കണ്ടെത്തുന്ന ശക്തനായ ഒരു നേതാവായി പി ആർ. മാനേജ്മെൻറ്റിനും തൊഴിലാളികൾക്കും ഒരുപോലെ സ്വീകാര്യനായ ഉത്തമനായ ഒരു ട്രേഡ് യൂണിയൻ നേതാവ്. കറ പുരളാത്ത കൈയുടെ ഉടമസ്ഥ അവകാശി. അതുതന്നെയാണ് പി ആറിനെ വീണ്ടും ഉയരത്തിലേക്ക് നയിച്ചത്. 1977 80 പെരുമ്പാവൂരിനെ പ്രതിനിധീകരിച്ച് സഖാവ് പി ആർ അസംബ്ലിയിൽ പോയി. തീപ്പൊരി പാറുന്ന പ്രസംഗം, അസംബ്ലിക്കകത്തും പുറത്തും. പി ആറിൻ്റെ ഒരു പ്രസംഗ പരിപാടി കിട്ടാനായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാർട്ടി പ്രവർത്തകർ പി ആറിനെ തേടിയെത്തുന്നു. കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ നിന്നും തെല്ലും വ്യതിചലിക്കാതെ എതിരാളികളുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന കൂരമ്പായി മാറുന്നു പ്രസംഗ പാടവം. അസംബ്ലിയിൽ പ്രതിപക്ഷവും കാതോർത്തിരിക്കും പി ആറിൻ്റെ പ്രസംഗം കേൾക്കുവാൻ. ഊരിലയ്ക്കുപ്പേരി പോലെ നർമ്മവും ഉപമയും കലർത്തിയ വാക്കുകൾ. അതിൽ പി ആറിൻ്റെ മാത്രം ആയ ചിലതൊന്ന് സൂചിപ്പിക്കാം. വെടിക്കെട്ടുകാരൻ്റെ പട്ടിയെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കരുത്. ഔസേപ്പ് അങ്ങാടിയിൽ ഇറങ്ങിയാൽ അടി ഉറപ്പാണ്. സിമൻ്റ് തറയിൽ വീണ പളുങ്കുപാത്രം പോലെ. പറയ്ക്കു വെട്ടി, തുടിക്കു വെട്ടി, അവസാനം പമ്പരത്തിനായി. കരുവാൻ കഥകളി കണ്ട പോലെ. ഉണ്ണായി എണ്ണ വാങ്ങിയതുപോലെ. പി ആറിൻ്റെ നർമ്മരസമായ വിവരങ്ങളെല്ലാം ചേർത്തുകൊണ്ട് സഭാപർവം എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ അസംബ്ലിക്കകത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, നിയമസഭയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാഹിത്യ സാംസ്കാരിക രംഗത്ത് പി ആറിൻ്റേതായ ഒരു പ്രത്യേക ശൈലി രൂപപ്പെട്ടിരുന്നു. നാടകരചന, സംവിധാനം, അഭിനയം, അതിലെ ഗാനങ്ങൾ, അതെല്ലാം ഒരു പേനയുടെ തുമ്പിൽ നിന്നും അനായാസം പുറത്തു വന്നിരുന്നു. അറിയപ്പെടുന്ന 7 നാടകങ്ങൾ, അറിയാത്തവ വേറെയും. 7 നാടകങ്ങൾ: 1 തിരനോട്ടം, സ്ട്രീറ്റ് ലൈറ്റ്, അതിരാത്രം,
അങ്കച്ചമയം, മുഖവുര, അഗ്നിപുര, പുഷ്യരാഗം. നാടകരചനയും സംവിധാനത്തോടുമൊപ്പം അഭിനയവും നല്ല വശമായിരുന്നു. ശ്രീമൂലനഗരം വിജയനോടും VK ശ്രീരാമനോടുമൊപ്പം മുസ്ലിം വേഷമിട്ട് PR സ്റ്റേജിൽ ജ്വലിച്ചു നിന്നു. PR-ൻ്റെ അനുജൻ നമ്മെ വിട്ടുപിരിഞ്ഞു, KR രാമകൃഷ്ണൻ. നാടകത്തിൻ്റെ പൂർണ്ണ ചുമതല രാമകൃഷ്ണനായിരുന്നു. കൊച്ചിൻ അനുപമ എന്ന പേരിലാണ് ആ കലാസമിതി അറിയപ്പെട്ടിരുന്നത്. അതിലെ പ്രധാന നടി രാമകൃഷ്ണൻ്റെ ഭാര്യ ബിന്ദു രാമകൃഷ്ണനാണ്. ഇന്ന് സിനിമാ ലോകത്ത് ശോഭിച്ചു നിൽക്കുന്ന ബിന്ദു രാമകൃഷ്ണൻ. കൊച്ചിൻ കേരളത്തിലെ എണ്ണം പറഞ്ഞ കലാസമിതികളിൽ ഒന്നായിരുന്നു അനുപമ തിയേറ്റേഴ്സ്. നാടകം ഒരിക്കൽ ഒരു തമാശയുണ്ടായി, അല്ലെങ്കിൽ ഒരു സംഭവം തന്നെ ഉണ്ടായി. ഒരിക്കൽ അനുപമ തിയേറ്റേഴ്സിന് നാടകം ആറ്റിങ്ങലിൽ കളിക്കണം. നാടകം ആരംഭിക്കാൻ സമയമായി. പ്രധാന നടൻ എത്തിയിട്ടില്ല. ഇന്നത്തെ പോലെ മൊബൈൽ ഫോൺ സംവിധാനമില്ല. സംഘാടകർ ആകെ വിയർത്തു കുളിച്ചു. ആ സമയത്താണ് സഖാവ് PR അസംബ്ലി കഴിഞ്ഞ് ആ വഴിയിലൂടെ ബസ്സിൽ പെരുമ്പാവൂർക്ക് പോരുന്നത്. ആറ്റിങ്ങലിലെത്തിയപ്പോൾ അനുപമ തിയേറ്റേഴ്സ് എന്ന കർട്ടന് മുകളിൽ ഒരു ബാനർ കണ്ടു. എന്നാൽ ഒന്ന് ഇറങ്ങാമെന്ന് കരുതി. സംഘാടകരെ കണ്ടപ്പോഴാണ് പ്രധാന നടൻ വന്നിട്ടില്ലെന്നറിയുന്നത്. ഒട്ടും വൈകിച്ചില്ല. PR-ൻ്റെ മുഖത്ത് ചായം വന്നു. നടനായി മാറി. പ്രധാന നടനേക്കാൾ ഭംഗിയായി നാടകം PR അഭിനയിച്ചു. രചനയും സംവിധാനവും മാത്രമല്ല, നല്ല അഭിനേതാവാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു കൊടുത്തു. 25ഓളം നാടകങ്ങൾ സംവിധാനം ചെയ്തു. അതിൽ 22ലും ഗാനമെഴുതിയത് PR ആണ്. നാടകത്തിൻ്റെ ഇതിവൃത്തം എപ്പോഴും കമ്മ്യൂണിസ്റ്റ് ആശയം തന്നെയായിരുന്നു. ഒട്ടും അതിൽ ചോർന്നു പോയിട്ടില്ല. 3 തവണ പ്രൊഫഷണൽ നാടകത്തിൻ്റെ അവാർഡ് നിർണയ കമ്മിറ്റി അംഗം. മികച്ച നാടകത്തിന് സംവിധാനത്തിലുള്ള അവാർഡ് ലഭിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം. എറണാകുളം ജില്ലാ കേന്ദ്ര സമിതിയുടെ സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ ജീവിതത്തിൽ പലതവണ മർദ്ദനം ഏറ്റുവാങ്ങിയ സഖാവാണ് PR. പുല്ലുവഴിയിൽ ജനിച്ച PR-ൻ്റെ ജീവിതത്തിലെ അഭിവാജ്യ ഘടകമായിരുന്നു പുല്ലുവഴി പബ്ലിക് ലൈബ്രറി. അതിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും PR-ൻ്റെ നിറസാന്നിധ്യം എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ ചുരുക്കുന്നു സഖാക്കളെ, എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത പൃഥുതുല്യനായ സഖാവ് PR ശിവൻചേട്ടനെ ഓർക്കാതെ ഒരു ദിവസവും കടന്നുപോയിട്ടില്ല. ആ വലിയ വിപ്ലവകാരിയുടെ കാലിൽ നമസ്കരിക്കുന്നു. കണ്ണുനീരിൽ കുതിർന്ന ഒരു പിടി രക്തപുഷ്പങ്ങൾ വിനയത്തോടെ സമർപ്പിക്കുന്നു.